എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറിന്നും നെറ്റ് നമ്പറിന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള മുഴുവൻ ഡിസ്കഷൻ ഇപ്പൊ ഷാജിദ ഷാജിയുടെ രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ചാണ്. ഷാജിദ ഷാജി 26 വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ആളുകളെ ചൊടിപ്പിച്ചൊരു കാര്യം. 32 വയസ്സുകാരിക്ക് 26-കാരനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അതും 5 വയസ്സുള്ള ഒരാൾക്ക് ഒട്ടും വിവാഹം കഴിക്കാത്ത ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു പൊങ്കാല വന്നത്. എന്താണെങ്കിലും ഷാജിദ തന്നെ ഇപ്പൊ മറുപടി പറയുന്നുണ്ട്, ഇതൊക്കെ വെറും ഫേക്ക് ന്യൂസ് മാത്രമാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, സൈബർ അറ്റാക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ചില കോഴിത്തരം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഏതാ ശരിയെന്ന് പടച്ചോനറിയാം. സത്യം പറഞ്ഞ ഓരോ ദിവസവും ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇപ്പം പാല് കാച്ചി ഈ പാലൊക്കെ കാച്ചിയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണം. കാരണം ഈ വീടെല്ലാം വൃത്തിയായി എല്ലാം സെറ്റായി സാധനങ്ങളൊക്കെ സെറ്റായി നമ്മളെ റെഗുലർ ജീവിതം സ്റ്റാർട്ട് ആവുമല്ലോ, എന്നത്തെയും പോലെ ഉള്ള ഒരു റൊട്ടീൻ അങ്ങനെ സ്റ്റാർട്ട് ആവുന്ന. അതെ, സത്യം ഈ ഓട്ടം ഒന്ന് അവസാനിക്കണം സുഹൃത്തുക്കളെ. അതൊന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ മനുഷ്യന് പക്വത വരാന് പ്രായം ഒരു പ്രശ്നമല്ല. അയാൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കൈപ്പേറിയ പാഠങ്ങളാണ് അവർക്ക് പക്വത നൽകുന്നത്. ഇപ്പൊ ഈ പ്രവീൺ മൃദുല ഇവരുടെ രണ്ടുപേരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. കുറച്ചു മുന്നേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഇവര്. കുടുംബ പ്രശ്നവും ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അനിയനും എതിരെ സംസാരിച്ചിരുന്ന ഇവര് ഒറ്റയ്ക്ക് വീടൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പോവാണ്. ഒരു മനുഷ്യന് പക്വത എത്താൻ എത്ര കുറഞ്ഞ കാലം മതി? ഈ തൊലിച്ചുകൊണ്ട് പറഞ്ഞ മലരന്മാർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചിട്ട് വന്നതല്ല. ഒരു മനുഷ്യനെ 2 കൈയും കാറിൽ കെട്ടി വലിച്ച് 1/2 കിലോമീറ്ററും വലിച്ചഴിച്ച വൃത്തികെട്ട അവന്മാര് വരുന്നവന്മാരെ മുഖത്ത് ആ ഇളിഞ്ഞ തൊലിപ്പുണ്ടല്ലോ, തൊലിപ്പ്. നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ള ഒരു അഹങ്കാരമാണ് ഇവന്റെയൊക്കെ മുഖത്തുള്ള ആ തൊലിഞ്ഞ ഇളുപ്പ്. ഇവന്മാർക്കെതിരെ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, അത് പൊതുജനത്തിനോട് ഞാൻ പറയാണ്. ഇവന്മാരെ തല്ലാനോ കൊല്ലാനോ ഒന്നും ചെയ്യാൻ പാടില്ല. മരിക്കുന്നത് വരെ, മരണം വരെ ഇവന്മാരെ മുഖം ജനങ്ങൾക്കറിയാം, നാട്ടുകാർക്കറിയാം. അവസാനം വരെ ഇവന്മാരെ ഒറ്റപ്പെടുത്തണം. സമൂഹത്തിൽ ഒരു സ്ഥലത്ത് ഇവന്മാരെ അടുപ്പിക്കരുത്. കാര്യം ഇവന്മാർ ചെയ്ത തെറ്റ് ഒരു സാധാരണ മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്തൊരു തെറ്റാണ്. മധുവിന് ആരും മറന്നിട്ടില്ലല്ലോ. ആ പാവപ്പെട്ട മധു മരണപ്പെട്ടതിന് ശേഷം നമ്മളെ നാട് ഗതി പിടിച്ചിട്ടില്ല, പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വൃത്തികെട്ടവന്മാരെ ദയവ് ചെയ്ത് ഇവന്മാരെ ഒറ്റപ്പെടുത്തുക. സമൂഹത്തിൽ ഒരിടത്തും ഇവന്മാരെ അടുപ്പിക്കരുത്. വീട്ടിനടുത്തുള്ള മുറുക്കാൻ കടയിൽ നിന്ന് ഒരു സിഗരറ്റ് പോലും വാങ്ങിക്കാൻ ഇവന്മാരെ അനുവദിക്കരുത്. ഇവന്മാരെ സാമൂഹ്യമായിട്ട് തന്നെ ഒറ്റപ്പെടുത്തണം. കേരള ജനതയുടെ മുഖത്ത് നോക്കി മുണ്ടു നോക്കി കാണിച്ചതാണ് നിന്റെയൊക്കെ ഈ കിണി. ഇറങ്ങി വരുന്നവന്റെ തൊലി കണ്ടോ? അളിഞ്ഞ തൊലി. എന്തിനാണ് ഇങ്ങനെ തൊലിക്കണത്? പള്ളിക്കൂടത്തിന്ന് മസനഗുടി വഴി ഊട്ടിയിലോട്ട് ഉല്ലാസയാത്രക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആണ് അവനിപ്പോ. അല്ലടാ ചേറ്റെ, ഒരു പാവം പിടിച്ച ആദിവാസി യുവാവിനെ 1/2 കിലോമീറ്ററോളം നടു റോട്ടിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയ ചേറ്റെ, നിന്റെ ഈ അളിഞ്ഞ തൊലി അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ടാവുള്ളൂ. ഇവന്റെയൊക്കെ കയ്യിൽ ഈ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം അവന് നന്നായിട്ട് അറിയാം ഈ ഒരു കേസ് എത്രത്തോളം എവിടം വരെ എത്തുന്നു. ആ ഒരു തൊലിയാണ് അവന്റെ മുഖത്തങ്ങൾ തിളങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവന്മാരെ പോലുള്ളവന്മാർക്ക് ഇതുപോലുള്ള പോക്കിരിത്തരങ്ങൾ ചെയ്യാനുള്ള ആംബിയർ അങ്ങോട്ട് ഉണ്ടാവുന്നത്. ദുബായിൽ നിന്ന് അങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ മികച്ചൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതായത് കൊച്ചിൻ എയർപോർട്ടിൽ നമ്മുടെ കസ്റ്റംസ് ഓഫീസർമാരുണ്ടല്ലോ, അവർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന ആളുകളിൽ നിന്ന് വളരെ സെലക്റ്റീവായിട്ട്, അതായത് ഒറ്റയ്ക്ക് വരുന്ന ആൺപിള്ളേരെ, പ്രത്യേകിച്ച് ടാറ്റു, അതേപോലെ കുറച്ചിങ്ങനെ ഡ്രസ്സിങ് യോയോ ഉള്ളവരും പിന്നെ കുറച്ച് താടി വെച്ചവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പിടിച്ച് ബാഗ് എടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോകുമെന്ന് പറയും. ഓക്കെ, അവരുടെ എന്താണ് പ്രൊസീജിയറാണ്, അവരുടെ ജോബിൻ്റെ ഭാഗമാണ്. ഈ ഫാമിലി ആയിട്ട് വരുന്നവർ ഇത് നമ്മൾ കാണുന്നത് എന്താണ്? ഈ സ്വർണ്ണം കൊഴുതും ബാക്കി പരിപാടികളൊക്കെ കാണിക്കുന്നതിന് ഇപ്പോൾ പട്ടികളെയും കുട്ടികളെയും പെണ്ണുങ്ങളടക്കം ഫാമിലി ആയിട്ടൊക്കെയാണ് ഈ സാധനം ഉടായ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരുമാതിരി ഭയങ്കര അറഗൻസും. ബാഗ് കൂടെ വെച്ചിട്ട് പോകും, എന്തോ അയാളുടെയൊക്കെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് സാധനം അടിച്ചു മാറ്റി പോരുന്ന മാതിരിയുള്ള ഡയലോഗാണ് ഇവിടെയുള്ള ഓഫീസർമാർ. പിന്നെ ഇങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനാ തോന്നാറ്. എന്ത് മുമ്പിത്തരയുടെ ഇതൊക്കെ കഷ്ടം. വരുന്നവരോട് ഭയങ്കര റെസ്പെക്ട് ചെയ്യാൻ പോലും അറിയാത്ത ഓഫീസർമാരെ പിടിച്ച് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ നാട് നല്ല പേരായിരിക്കും. കൊള്ളെന്താണെങ്കിലും നല്ല മികച്ച തൈര് കസ്റ്റംസ് ഓഫീസർമാർ കൊള്ളാം. കൊച്ചിൻ എയർപോർട്ട് അടിപൊളി.